നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് കണ്ടു. അതിൽ കോണ്ടാക്ട് ഫോഴ്സിൽ ഒരെണ്ണം എക്സാമ്പിളായിരുന്നു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോയിൽ നമ്മൾ അവിടെ കണ്ടിരുന്നു. നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് നമ്മൾ വാക്ക് ചെയ്യുമ്പം അവിടെ ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അതിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫ്ലോർ ആണെന്ന് കണ്ടിരുന്നു. ആക്ച്വലി അത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് അല്ലേ. ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഓഫ് മാസ് എം. ഓക്കെ, ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുത്തു, എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇനി നോക്കണം. ഒരു ടേബിൾ എന്തെങ്കിലും ജസ്റ്റ് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുമ്പോൾ അതിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് ഫോഴ്സ് കൊടുക്കണം. കുറച്ച് കൊടുത്ത് എന്ത് ചെയ്യണം? ഫോഴ്സിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് അളവ് കൂട്ടിക്കൊണ്ടുവരിക. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരണം. എപ്പോൾ വരെ? അത് മൂവ് ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു, ഒരു എഫ് എന്നുള്ള ഫോഴ്സ് കൊടുത്തു. ദെൻ ഒരു സപ്പോസ് ഇത് 50 കിലോഗ്രാം ഉള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു വിരലും കൊണ്ട് തൊട്ടാൽ പോവുമോ? ഇല്ല. 2 വിരൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു അത്യാവശ്യം ഒരു ബലം കൊടുക്കണം അതിന് അല്ലേ, എങ്കിൽ മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. ദെൻ അത് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം, അതായത് 50 കിലോഗ്രാം എന്നുള്ള മാസ് തിരിച്ച് എനിക്ക് ഒരു ഫോഴ്സ് തരുന്നത് എനിക്ക് തോന്നും. ആക്ച്വലി തരുന്നത് ആരാ? ആ സർഫസാണ്. ഇവിടെ ഒരു സർഫസിലാണ് ഇത് വെക്കുന്നത് അല്ലേ. ഈ സർഫസാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഈ എക്സ്റ്റേണൽ ഫോഴ്സിന് കൊടുക്കുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഞാനിത് കൂട്ടി വരും. ദെൻ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ദെൻ ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ two bodies which contact each other. Force which opposes the relative motion between two bodies they kept in contact with each other. That means frictional force എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആയിരിക്കണം. ദെൻ അത് എന്ത് ചെയ്യുവാണ്? ഈ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഇത് എം എന്നുള്ള മാസമുള്ള ബോഡി ഈ സർഫസ് നോക്കുമ്പോൾ എന്തായിരിക്കും? അത് മോഷനിലായിരിക്കണം. ദെൻ ഇതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിച്ചു. നമുക്ക് ക്യാപിറ്റൽ എഫ് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്തെങ്കിൽ ഞാൻ സ്മോൾ എഫ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ടാൻജൻഷ്യൽ ടു ദ സർഫസ് ആയിരിക്കും. ഈ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ തടഞ്ഞു നിർത്തുക. തടഞ്ഞു നിർത്തണമെങ്കിൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സിന് ഇറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ദാറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ എക്സ്റ്റേണൽ ഫോഴ്സിന് ഒപ്പോസ് ചെയ്യണം, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ദെൻ നമുക്ക് ഈ എഫ് എന്നുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സായിട്ട് എഴുതാം. ഇനി ആക്ടിങ് ടാൻജൻഷ്യലി ടു ദ സർഫസ് ആണ്, സർഫസ് ഓഫ് കോണ്ടാക്ട്. ദെൻ സർഫസ് ഓഫ് കോണ്ടാക്ട് ഏതാ? ഇതിന് ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? എനിക്ക് ഇതിലല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതെ, ഓക്കെ. ദെൻ ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഏതിനെ ഒപ്പോസ് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നു. ഏതിലേ ആക്ട് ചെയ്യുന്നു? that is acting tangentially to the surface of contact. ആ സർഫസ് ഓഫ് കോണ്ടാക്റ്റിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ 2 കാര്യങ്ങൾ കണ്ടു. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ആൻഡ് വൺ മോർ, ഇറ്റ് ഈസ് ഇക്വാലൻ ടു, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഏതിന്? മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. എഫ് ഈസ് ഈക്വൽ ടു ഏതിനായിരിക്കണം? ക്യാപിറ്റൽ എഫും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. ദെൻ ആക്ടിങ് ടാൻജൻഷ്യലി ആയിരിക്കണം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദെൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് വൺ മോർ
കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? സ്റ്റാറ്റിക് നമുക്കറിയാം, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് അനങ്ങാതെ നിൽക്കുന്ന സമയം അല്ലേ. ദെൻ അതെന്തായിരിക്കും? റെസ്റ്റിലായിരിക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ, അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ റിലേറ്റീവ് മോഷൻ അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ. ദെൻ ഇത് റിലേറ്റീവ് മോഷൻ ജസ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ഏതായിരിക്കും? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ FS ആയിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു. ഒരു 50 കിലോഗ്രാം മാസ്സുള്ള ആ ബോഡിയുടെ മേലെ ഞാൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. എന്തിന്? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. എന്തിനു വേണ്ടി? ടു മൂവ് ദാറ്റ് ബോഡി. ദെൻ ഇതിനെ എനിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടി ഞാൻ എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ദെൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഒരു വിരൽ കൊണ്ട് തള്ളും, 2 വിരൽ കൊണ്ട് തള്ളും. പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുറച്ച് ഫോഴ്സ് ആദ്യം കൊടുക്കും. കൊടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ബലത്തിനനുസരിച്ച് അവിടെ നിന്ന് തള്ളുന്ന പോലെ തോന്നും അല്ലേ. ദെൻ അതാണ് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ദെൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. ദാറ്റ് ഈസ് നോൺ ആസ് ഏത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ ബിറ്റ്വീൻ ടു സർഫസസ് ബിഫോർ ദ ബോഡി സ്റ്റാർട്ട്സ്. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോഴ്സ്, ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ ബിറ്റ്വീൻ ടു ബോഡീസ് ബിഫോർ വൺ ബോഡി ആക്ച്വലി സ്റ്റാർട്ട്സ് ഓവർ അനദർ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ FS ആണ്. ഇനി നമുക്കറിയാം ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതെന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും, മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം ഒരു കൂടുതൽ ബലം തോന്നും അല്ലേ, ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണത് അല്ലേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ഇത് FS മാക്സ് ആയിരിക്കും. ഇതിനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. FX മാക്സ് അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് FX ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് മാക്സിമം, ദാറ്റ് ഇസ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, നമ്മൾ കണ്ടു. ദാറ്റ് ഇസ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൂട്ടിക്കൊണ്ട് വരണം. എന്തിനു വേണ്ടിയിട്ട്? അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പം സെയിം ടൈം എന്തായി? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ആയി ആൻഡ് ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ. ദാറ്റ് മാക്സിമം വാല്യൂ ഇസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ദാറ്റ് ഇസ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ FX മാക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ഇതെന്ത് ചെയ്തു? നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുത്തു, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വന്നു. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഇറ്റ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. ദെൻ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് കംസ് ഇൻ ടു പ്ലേ ബിഫോർ ജസ്റ്റ് ദ ബോഡി സ്റ്റാർട്ട്സ് ടു മൂവ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളത് അതിന് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിച്ചു. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ദെൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വന്നു, പിന്നെ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ദെൻ ഇത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? നമുക്ക് സുഖമായിട്ട് അതിനെ എന്ത് ചെയ്യാം? പുഷ് ചെയ്യാൻ പറ്റും. മീൻസ് അതെന്താ? അവിടെ ഫോഴ്സ് കുറച്ച് മതി. ഈ ഫ്രിക്ഷനെ നമുക്ക് എന്ത് ചെയ്യും? ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ഫോഴ്സ് വേണ്ടത്. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് സുഖമായിട്ട് അതിനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. ദെൻ അവിടെ എന്തായി? ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞു. ദെൻ അതിന് നമ്മൾ ഇത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് കംസ് ഇൻ ടു പ്ലേ ബിറ്റ്വീൻ ദ ടു ബോഡീസ് വെൻ ദേ മൂവ്സ് ഓവർ ഈച്ച് അതർ. ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ ബിറ്റ്വീൻ ടു ബോഡീസ് വെൻ വൺ ബോഡി മൂവ്സ് ഓവർ അനദർ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സെക്കൻഡ് വൺ കണ്ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് തേർഡ് വൺ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബോഡി റെസ്റ്റിലായിരിക്കും. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തായി? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ കൈനറ്റിക് ഫ്രിക്ഷൻ ബോഡി എന്തിലായിരിക്കും? മോഷനിലായിരിക്കും. മോഷനിലുള്ള ഫ്രിക്ഷൻ ആയിരിക്കും ഇത് കൈനറ്റിക് ഫ്രിക്ഷന്. ഈ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ഫീൽ ചെയ്യും. അത് അല്ലാതെ തന്നെ എക്സ്പെരിമെൻ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മോഷനിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് അല്ലേ. ഇനി 2 ടൈപ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ് അത് രണ്ടും? ഒന്നാമത്തത് എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ദെൻ 2 ടൈപ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, സെക്കൻഡ് വൺ
റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യുക, സ്ലൈഡ് ചെയ്യുന്നത് നിരങ്ങി നീങ്ങുക അല്ലേ. റോളിംഗ് ഫ്രിക്ഷൻ ഉരുണ്ടുരുണ്ട് പോവുക. അത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും, ഇറ്റ് ഈസ് the force of friction which comes into play when one body slides over another, that is called sliding friction. Then rolling friction എന്തായിരിക്കും? Force of friction which comes into play when one body rolls over another, അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഒന്ന് സ്ലൈഡ് ചെയ്യുക, സ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോക്സ്, ഈ ബോക്സ് ഈ സർഫസിൽ കൂടെ എന്തായി മൂവ് ചെയ്യണമെങ്കിൽ സ്ലൈഡ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇവിടെ ഒന്ന് ഒരു ബോള്, ഈ ബോള് മൂവ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ഇത് റോൾ ചെയ്തിട്ടായിരിക്കും അല്ലേ. ഇവിടെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഇതിനെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്, റോൾ ചെയ്ത് പോകുന്നു. ഇനി ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും അല്ലേ എന്താ വ്യത്യാസമുള്ളത്? ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ സ്ലൈഡ് ചെയ്തു, റോളിംഗ് ഫ്രിക്ഷനിൽ റോൾ ചെയ്തു. ഇനി ഈ ഫ്രിക്ഷൻ്റെ ആക്ച്വലി റീസൺ എന്താ? വാട്ട് ഈസ് ദ കോസ് ഓഫ് ഫ്രിക്ഷൻ? ഓൾഡ് ആയിട്ടുള്ള വ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് ഒരു സർഫസിൽ നോക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ കുഞ്ഞു 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 കുഞ്ഞ് ഹെയർ പിൻ പോലെയായിരിക്കും ഉണ്ടാവുക അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. ദെൻ എന്താവും, ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ആവും. തമ്മിൽ കോണ്ടാക്റ്റ് ആകുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇങ്ങനെ വരും. കൂട്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിങ്ങനെ ഓരോരോരോരോരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഹമ്പ് ഇങ്ങനെ ചാടി പോകണം അല്ലേ. ഓക്കെ, ദെൻ ഇതിലെന്ത് സംഭവിക്കും, ഇവിടെ ഇങ്ങനെ ചാടി പിന്നെ ഇങ്ങോട്ട് ചാടി മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് ഓൾഡൻ ഡേയ്സിലുണ്ടായിരുന്ന, പക്ഷേ മോഡേൺ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് തമ്മിൽ എന്ത് ചെയ്യും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ രണ്ട് സർഫസ് ഓഫ് ദി ബോഡീസിലും ടൈപ്സ് ഓഫ് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസ് തമ്മിലുണ്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് ഇതിപ്പോഴുള്ള വ്യൂസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്രയും കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെ നിന്നൊരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉള്ളൂ. ദെൻ ആ ഒരു പോയിന്റിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഏതിൽ? ഈ റോളിംഗ് കേസിൽ. ദെൻ എന്തായി, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനായി എന്ത് ചെയ്തു, റോൾ ചെയ്യും പെട്ടെന്ന് മുന്നോട്ട് പോകും. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ദെൻ റീസൺ പറഞ്ഞു, ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സർഫസസ് ആയിരിക്കും. ദെൻ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻസ് ഒക്കെ വിളിക്കാറുണ്ട്. ദെൻ അതായത് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷന് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ടു സർഫസസ് ആണ്. നമ്മൾ കണ്ടിരുന്നു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ടു സർഫസസ് ആണ്. രണ്ട് സർഫസസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ആ രണ്ട് സർഫസസിലുമുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. ദെൻ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഓരോ സർഫസും തമ്മിലുള്ള വ്യത്യാസമുണ്ടാവും. ദെൻ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഡിപ്പെൻഡ്സ് ഓൺ എന്തായിരിക്കും, നേച്ചർ ഓഫ് ടു സർഫസസ് ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് എ ടാൻജൻഷ്യൽ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. അത് നമ്മൾ കണ്ടിരുന്നു. തമ്മിലുള്ള രണ്ട് സർഫസസ് തമ്മിൽ ഉള്ള കോണ്ടാക്റ്റ്, അവിടെ ടാൻജൻറ്റ് വരച്ച് എന്ത് കിട്ടുമോ ആ ടാൻജൻറ്റിൽ കൂടെ ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ എന്നാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നതാണ്. ഒരു ബോഡി ഇവിടെ വെച്ചു ഓഫ് മാസ് എം, ഇങ്ങോട്ട് താഴേക്ക് ഒരു വെയിറ്റ് W ഉണ്ട്. ദെൻ ഈ ടേബിൾ ഒക്കെ സപ്പോസ് ടേബിളിലായിരിക്കുന്നതെങ്കിൽ ഈ ടേബിൾ എന്ത് ചെയ്യും, ഇതിന് ഒപ്പോസ് ചെയ്ത് ഒരു ഫോഴ്സ് കൊടുക്കും. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിയാക്ഷൻ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ ക്യാപിറ്റൽ N എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇറ്റ് ആക്ട്സ് നോർമൽ ആയിരിക്കും, മീൻസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ നോർമൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഏത്, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരുന്നത്. ദെൻ ഈ നോർമൽ റിയാക്ഷൻ കൂടുന്നത് അനുസരിച്ച് എന്ത് കൂടും, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടും. ആ നോർമൽ റിയാക്ഷൻ നമുക്കറിയാം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, ഡിപ്പെൻഡ്സ് ഓൺ വെയിറ്റ് ഓഫ് ദി ബോഡി. വെയിറ്റ് ഓഫ് ദി ബോഡി കൂടുമ്പം നോർമൽ റിയാക്ഷനും കൂടി, ദെൻ എന്തും കൂടി, ആ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടി. ദെൻ
static friction is directly proportional to normal reaction. Then we can write it as Fs. Then limiting friction ആണെങ്കിൽ Fx max is directly proportional to എന്ത് വരും? ക്യാപിറ്റൽ N എന്ന് വന്നു. നമ്മളിവിടെ കണ്ടു limiting friction depends on nature of two surfaces, acts tangential to the surface in contact, and directly proportional to the magnitude of normal reaction. That is Fx max directly proportional to N. Okay, നമ്മൾ കണ്ടു Fx max directly proportional to N എന്ന് കണ്ടു. നമ്മൾ കണ്ടിരുന്നു നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മുകളിലേക്ക് അപ്വാർഡ് ഫോഴ്സ് ആയിരിക്കും. വെയ്റ്റിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള അപ്വാർഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N ആണ്. ദെൻ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ നമ്മൾ ഈക്വൽ സിമ്പിൾ വെച്ചിട്ട് മാറ്റുന്നു. ദെൻ Fx മാക്സ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന മ്യൂ എസ് കൊടുക്കുന്നു. മ്യൂ എസ് എൻ, മ്യൂ എം യു ഇ. ദെൻ എസ് എന്നുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ Fx മാക്സ് ഇസിക്കൽ ടു മ്യൂ എസ് എൻ എഴുതി. ഇത് നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് വിളിക്കും, ഓർ കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. COEFFICIENT, കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏത്? മ്യൂ എസ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിവിടെ കിട്ടി Fx മാക്സ് ഇസിക്കൽ ടു മ്യൂ എസ് എൻ എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്, ദാറ്റ് ഈസ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഓക്കെ, നമുക്കറിയാം ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതിനായിരിക്കും? മ്യൂ എസ് എൻ ആയിരിക്കും അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ കണ്ടു ഇറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി സർഫസസ് ആൻഡ് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദി സർഫസ് ഓഫ് കോണ്ടാക്ട് and is directly proportional to the normal reaction, and its equation is Fx max is equal to mu s n, where mu s is coefficient of static friction. Ini it is independent of area of contact ആയിരിക്കും. ഈ limiting static friction is independent of area of contact ആണ്.